മുത്തും പവിഴും എന്നുള്ള ഈ പാട്ടിൻ്റെ ഗവേഷണ യാത്രയിൽ ഒ.എൻ.വി. സാറിൻ്റെ പാട്ടുകളിലെ പാടുക അല്ലെങ്കിൽ പാടി പാട്ട് എന്നുള്ള വാക്ക് ഏതാണെന്നാണ് നമ്മുടെ അന്വേഷണം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒരു പുതിയ ചിത്രമാണ് കാതോട് കാതോരം. ഗംഭീര സിനിമയാണ്. ഭരതൻ സാറാണ് അതിൻ്റെ സംവിധായകൻ. ഇതിൽ 3 പാട്ടുണ്ട്. 3 പാട്ടിലും എവിടെയൊക്കെയാണ് അദ്ദേഹം ഈ വാക്ക് പ്രയോഗിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ദേവദൂതർ പാടി സ്നേഹദൂതർ പാടി ഈ ഒലീവിൻ പൂക്കൾ ചൂടിയാടും നിലാവിൽ. ഉണ്ടോ? പല്ലവിയിൽ തന്നെ ദേവദൂതർ പാടി സ്നേഹദൂതർ പാടി അവിടെ തന്നെ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഔസേപ്പ് ബച്ചൻ സാറാണ് ഈ ഗാനങ്ങളുടെ സംഗീത സംവിധായകൻ. ബിജു നാരായണൻ, നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ ബിജു, ഇടയ്ക്ക് പുതിയ തലമുറയ്ക്ക് വേണ്ടിയും ഈ പാട്ട് ഒന്നും കൂടെ പാടി സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാക്കി ആളുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അത് തുടക്കം നമ്മൾ പല്ലവി പറഞ്ഞല്ലോ. വീണ്ടും തുടങ്ങി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇന്നു നിൻ്റെ പാട്ടു തേടി കൂട്ടു തേടിയാരോ വന്നു നിൻ്റെ, കണ്ടോ, ഇന്നു നിൻ്റെ പാട്ടു തേടി കൂട്ടു തേടി ആരോ, വീണ്ടുമാണ് ആ പ്രയോഗം വന്നിരിക്കുന്നത്. ആടുമേക്കാൻ കൂടെ വരാം പൈക്കളുമായി പാടി വരാം പാതിരാവിൽ നീ, കണ്ടോ, പൈക്കളുമായി പാടി വരാം, വീണ്ടും ആ പ്രയോഗം. വീണ്ടും എൻ്റെ ചരണത്തിലുണ്ട് പൊന്നിന്നൂലിൽ പൂത്താലിയും കോർത്തു തന്നു. അതിൻ്റെ അവസാനം കല്യാണ പൂപ്പന്തൽ സ്വർഗത്തേതോ പൂമുറ്റത്തോ കാറ്റിൽ കുരുത്തോല കലപില പാടും താളത്തിൽ, കണ്ടോ, കലപില പാടും താളത്തിൽ, വീണ്ടും വന്നു ആ വാക്ക്. ഇതിലെ തേൻ കിനിയുന്ന പോലുള്ള മറ്റൊരു ഗാനമുണ്ട്. യേശുദാസ് സാറാണ് പാടിയിരിക്കുന്നത്. നീ എൻ സർഗ സൗന്ദര്യമേ നീ എൻ സത്യസംഗീതമേ നിന്റെ സങ്കീർത്തനം സങ്കീർത്തനം ഓരോ ഈണങ്ങളിൽ പാടുവാൻ നീ തീർത്ത മൺവീണ ഞാൻ. നോക്കൂ, പാടുവാൻ നീ തീർത്ത മൺവീണ ഞാൻ. പല്ലവിയിൽ തന്നെ ആ വാക്കിൻ്റെ പ്രയോഗം വന്നു. അനുപല്ലവിലേക്ക് വരുമ്പോൾ പൂമാനവും താഴെ ഈ ഭൂമിയും സ്നേഹലാവണ്യമേ നിന്റെ ദേവാലയം. അതിൻ്റെ എൻഡിലാണ് ഗോപുരം നീളെ 1000 ദീപം ഉരുകി ഉരുകി മെഴുകു തിരികൾ ചാർത്തും മധുരമൊഴികൾ കിളികൾ അതിനെ വാഴ്ത്തി മെല്ലെ കൂടെ ഞാനും പാടുന്നു നീ. ഉണ്ടോ, അവിടെ പാടുന്നു എന്ന് 2ാമത്തെ പ്രാവശ്യവും ഈ ഗാനത്തിൽ അദ്ദേഹം ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. ഇതിലെ 3ാമത്തെ ഗാനം ഈ ചിത്രത്തിൻ്റെ ടൈറ്റിൽ അന്വർത്ഥമാക്കുന്ന വാക്കിലാണ് തുടങ്ങുന്നത്. ലതിക ടീച്ചറാണ് ആലപിച്ചിരിക്കുന്നത്. കാതോടു കാതോരം തേൻ ചോരുമാമന്ത്രം ഈണത്തിൽ നീ ചൊല്ലി വിഷുപക്ഷി പോലെ. അനുബന്ധത്തിലേക്ക് വരുമ്പോൾ കുറുമൊഴി കുറുകി കുറുകി നീ, അതിൽ വീണ്ടും അദ്ദേഹത്തിൻ്റെ എൻഡിലാണ് ആരോ പാടി പെയ്യുന്നു തേൻമഴകൾ. ഉണ്ടോ, ആരോ പാടി പെയ്യുന്നു തേൻമഴകൾ. അവിടെ ഈ പാട്ടൊരു പ്രത്യേക അനുഭൂതിയാണ് കേൾക്കുമ്പോഴത്തേക്കും. എന്തോ ഒരു വല്ലാത്തൊരു കോരിത്തെരിപ്പ് ഉണ്ടാക്കുന്ന ഗാനമാണ്. ചരണത്തിൻ്റെ അവസാനവും വീണ്ടും ആ പ്രയോഗം ചെറിയൊരു വ്യത്യാസത്തോടു കൂടി. ആരോ പാടി തേകുന്നു തേനലകൾ. ആരോ പാടി പെയ്യുന്നു, ഇവിടെ ആരോ പാടി തേകുന്നു തേനലകൾ. ഇങ്ങനെയാണ്. അതിലും 2 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് കാതോട് കാതോരം ചിത്രത്തിലെ 3 ഗാനങ്ങളിലും അദ്ദേഹം തൻ്റെ മുഖമുദ്രയായ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. മറ്റ് ഒരു ചിത്രത്തിലെ വിശേഷമായി വീണ്ടും കാണാം.